ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും എൻ്റെ ഭാഗത്തും ഒരു മന്ത്ലി പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. റമദാൻ മാസത്തിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിരുന്നു. റമദാൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ 3 നേരം ഫുഡ് വേണമല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ മാസം ഓടിക്കാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ പാത്തുമാണ് ഇടുന്നത്. എന്നിട്ട് ഓളിങ്ങനെ സൈഡിലോട്ട് നിൽക്കും. ഈ ഫുട്ബോൾ കളിയിൽ കോച്ചുമാർ ഗൈഡ് ചെയ്യുമല്ലോ പ്ലെയേഴ്സിനെ, അതേപോലെ അതെടുക്ക് ഇതെടുക്കല്ലേ, അത് കേടന്നിക്കണോ നോക്ക് എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ നിന്ന് 36 ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പാസ്സാക്കും. അതാണ് എൻ്റെ പാത്തു. അങ്ങനെ പാസ്ട്രി സെക്ഷനിലോട്ട് എത്തിയപ്പോൾ എന്തേലും മധുരമുള്ളത് കഴിക്കാനൊരു പൂതി. ഇവിടെ വൈറലായിട്ടുള്ള ഒരു സ്മൂത്തി ഡെസേർട്ട് ഉണ്ടല്ലോ ജാറിൽ വരുന്നത്, അത് എടുക്കാനായിരുന്നു പ്ലാന്. പക്ഷേ അവിടെയുള്ള സ്റ്റാഫ് നമ്മളായിട്ട് നല്ല കമ്പനിയാണ്. പറഞ്ഞു അത് പോരടാ, ഇജ് ഡ്രസ്ലെച്ചസ് മിൽക്ക് കേക്ക് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തു. അവിടുന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ ഡെലിവറി ഏൽപ്പിച്ചു. നമ്മൾ റൂമിലെത്തുമ്പോഴത്തേക്കും അതവിടെ എത്തിക്കോളും. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാത്തുവിൻ്റെ അടുത്തൊരു പൊതി. സംഭവം അവിടെ ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിലുള്ള ഇക്കാക്ക 5-6 ബോട്ടിൽ കൊടുത്തിക്കണ്. എൻ്റെ പാത്തുവിൻ്റെ ഒരു സന്തോഷം നോക്കിയേ. എല്ലാവരും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല, ഈ കാലി ബോട്ടിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. എൻ്റെ അമ്മച്ചി ഇങ്ങനെ കേട്ടോ, പുരയിൽ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിഞ്ഞാൽ ആ കാലിക്കുപ്പിയായി കൈ കിട്ടുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ആവും. അങ്ങനെ റൂമിലെത്തി ആ ഡ്രസ്ലെച്ചസ് മിൽക്ക് കേക്ക് കയ്യോടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.